സൂപ്പർ പടം. ക്ലൈമാക്സ് പറയായിരുന്നു പറയാനൊന്നുമില്ല. നല്ല പടം പറഞ്ഞാൽ നല്ല പടം. വിജയുടെ ആട്ടമാണ്, ദളപതി ആട്ടമായിരുന്നു. ഇളയ ദളപതിയുടെ എന്താ കൊച്ചിൽ നമ്മൾ കാണുന്ന പോലെ അത്രയ്ക്ക് തീയായിരുന്നു പടം. ഞാൻ ഒരു വിജയ് ഫാൻ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രത്തോളം പെർഫെക്ഷൻ എന്ന് പറയാനില്ല. പിന്നെ ഭൈരവ പോലും റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല കയ്യടിയും കൂവൽ സൗണ്ടൊക്കെ കാണും. പക്ഷെ ഇപ്പോൾ ഒരു സൗണ്ട് പോലും ഇല്ല. സൂപ്പർ പടം. ക്ലൈമാക്സ് പറയായിരുന്നു ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. VFX കൊള്ളായിരുന്നു. നല്ല ബോറ് പടം. കുഴപ്പമില്ല, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, കുഴപ്പമില്ല. ശിവകാർത്തികൻ വന്നത് സൂപ്പറായിരുന്നു. കുഴപ്പമില്ല. കുഴപ്പമില്ല. ആവറേജ്. കുഴപ്പമില്ല. ആവറേജ്. ആവറേജ്. നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ആയിട്ടുണ്ടെന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. മെയിൻ സിനിമയുടെ ടോപ്പ് നോട്ട്സ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഇൻ്റർവെല്ലും ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഓപ്പണിംഗ് സീനൊക്കെ നല്ലതായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഇളയ ദളപതിയാണ് സ്കോർ ചെയ്തത് മൊത്തം. നല്ല നെഗറ്റീവ് ഉണ്ട്, പക്ഷേ ഞാൻ ഒരു വിജയ് ഫാൻ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. പറയാനൊന്നുമില്ല. നല്ല പടം പറഞ്ഞാൽ നല്ല പടം. വിജയുടെ ആട്ടമാണ്, ദളപതി ആട്ടമായിരുന്നു. ഇളയ ദളപതിയുടെ എന്താ കൊച്ചിൽ നമ്മൾ കാണുന്ന പോലെ അത്രയ്ക്ക് തീയായിരുന്നു പടം കാണാനുള്ളതാണ്. സിനിമ തിയേറ്ററിൽ വന്ന് അത്ര പേർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വൺ ടൈം വാച്ചബിളാണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്ന് കണ്ട സംഭവം ഒന്നുമില്ല സിനിമയിൽ. അത് ആവറേജ്ലി ഒരു ഫസ്റ്റ് ഹാഫ് സൂപ്പറാ, സെക്കൻഡ് ഹാഫ് അത്ര ഇതില്ല. അത്രത്തോളം പെർഫെക്ഷൻ എന്ന് പറയാനില്ല പിക്ചർ. അത് കൊള്ളാം, ആസ് യൂഷ്വൽ പോലെ തന്നെ. കഥ ഫസ്റ്റ് ഹാഫിലുണ്ട്, പിന്നെ പറയാനൊന്നും ഇല്ല. ഇത് വന്നിട്ട് ഡി ഏജിങ് ചെയ്താണ്. അതാണ് ഒത്തിരി ഇതായിട്ട് പോയത്. അത് ഡി ഏജിങ് തന്നെ ചെയ്യാതെ വിജയ് തന്നെ കുറച്ചും കൂടെ ബീഡൊക്കെ ട്രിം ചെയ്ത് അൺബാനിലൊക്കെ നമ്മൾ കണ്ട് കാണും. സോ അമ്മാതിരി സിമ്പിളായിട്ട് കാണിച്ചതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അതുമാതിരി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മളൊരു ഹൈപ്പ് വെച്ച് വന്നപ്പോൾ ഹൈപ്പില്ലാതെ വന്ന് കണ്ടാൽ ഓക്കെ. മീൻ നോർമലി നമ്മൾ ഫാനായിട്ട് വന്നപ്പോൾ അകത്ത് എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇതുവരെ വിജയുടെ ഭൈരവ പോലും റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല കയ്യടിയും കൂവൽ സൗണ്ടൊക്കെ കാണും. പക്ഷെ ഇപ്പോൾ ഒരു സൗണ്ട് പോലും ഇല്ല. ഏരിയസ് പ്ലസ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററിലാണ് കണ്ടത്. എന്നിട്ടും ഒരാളും ഒരു അപ്രീഷിയേഷൻ ഒന്നും കണ്ടില്ല. അപ്പം മാതിരിയാണ്. ഡി ഏജിങ് ആണ് ഭയങ്കര വീക്കായി പോയെന്ന്. പിന്നെ സോങ്സും പിടിച്ചില്ല. അപ്പോൾ ഫിലിമിൽ വലിയ കേട്ടില്ല. അതുകൊണ്ടാണ്. കുഴപ്പമില്ലായിരുന്നു. ആറാടുകയാണ്. തല റെഫറൻസ് നൈസായിരുന്നു ബ്രോ. പിന്നെ വേറെ 2 തലയും കൊള്ളായിരുന്നു. ധോണിയും മറ്റേത് അജിത്തും ശരിക്കും അറിഞ്ഞു പണിയിട്ടുണ്ട്. എന്ത് പറയാൻ, ഭയങ്കര കുറച്ച് നല്ല ലേഖം ഉണ്ടായിരുന്നു. പിന്നെ ആ ലേഖം വെച്ച് ചേർത്തിരുന്ന പടം സൂപ്പറായിരുന്നേനെ. വൺ ടൈം വാച്ചബിൾ, കുഴപ്പമില്ല, കാണാം. പിന്നെ മ്യൂസിക് എത്ര പോരായിരുന്നു. യുവൻ ശങ്കർ രാജയ്ക്ക് വരാൻ അനിരുദ്ധായിരുന്നെങ്കിൽ കുറേ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് വരുമായിരുന്നു. മ്യൂസിക്കിൻ്റെ ഒരു കുറവുണ്ട്. അല്ലാതെ വൺ ടൈം കാണാം. വിജയ് ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടും. കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് പടം. ഇച്ചിരിയൊക്കെ ലാഗുണ്ട്, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിർത്തായിരുന്നു. അത് എൻഡിങ് കൊണ്ട് കുറച്ച് മോശമായി കളഞ്ഞ്. പിന്നെ കുറേ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ കുറയ്ക്കാമെന്ന് തോന്നിയിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. എന്നാലും എൻഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രേ ഉള്ളൂ.